ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം ശ്രമകരമായാണ് അത് പുറത്തെടുക്കാനുള്ള നീക്കം നടപടികൾ നടക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്കത് പുറത്തെത്തിച്ച് അറിയാൻ സാധിക്കും. ആ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ ഏതാണ്ട് എല്ലാം നേരത്തെ കിട്ടിയത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഇതിനെ നോക്കേണ്ടി വരും. കാരണം ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ അതിൻ്റെ പിൻവശത്തുള്ള ഭാഗങ്ങൾ ബുള്ളറ്റ് ടാങ്കറും അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളുമെല്ലാം തന്നെ നേരത്തെ പുഴയുടെ താഴ്ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അതിൻ്റെ തകർന്ന ക്യാബിൻ ഭാഗം, ടയർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തി. ഇനിയിപ്പോൾ കണ്ടെത്തിയ ഈ വസ്തു എന്താണ് എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഏതായാലും അത് അല്പസമയത്തിനകം പുറത്തേക്ക് എത്തിക്കുകയാണ്. നോക്കൂ, ഒരു ടയർ ഭാഗം ഉയർന്നു വരുന്നതായി നമുക്ക് കാണാം. ഒരു വെള്ള നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കാണുന്നുണ്ട് എന്നാണ് അജിംഷാദ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ സൂം ചെയ്ത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. തീർച്ചയായും നിർണായക ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി നമുക്ക് എത്തിക്കാൻ സാധിക്കും. നിർണായകമായ നിമിഷങ്ങളാണ്. ടയറിൻ്റെ ഒരു ഭാഗം, ഒരു വാഹനത്തിൻ്റെ പിൻഭാഗം, ഇതാ നോക്കൂ, ഒരു വെള്ള കളറിലുള്ള വാഹനത്തിൻ്റെ പിൻഭാഗം. ഒരുപക്ഷെ ഇതാ നമുക്ക് നോക്കാം, ഇത് നേരത്തെ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളായി നമുക്ക് ലഭിച്ചിരുന്നത് ചുവന്ന നിറത്തിലുള്ള മെറ്റൽ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളാണ് ഇപ്പോൾ വെള്ള നിറത്തിലുള്ള ഒരു വാഹനത്തിൻ്റെ പിൻഭാഗം എന്ന് തോന്നുന്ന ആ ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ വാഹനത്തിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ അവിടെയുണ്ട്. വളരെ നിർണായകമായ നിമിഷങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ. 71 ദിവസമായി മലയാളികൾ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരുന്ന ബെൻസിന്റെ ഏകദേശം ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നത് ബെൻസ് തന്നെയാണ്. ഭാരത് ബെൻസിന്റെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ എം എൽ എ സതീഷ് സെയിൽ ഈ തൊട്ട് മുന്നിലുള്ള അജിംഷാദ് തൊട്ട് മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് MLA സതീഷ് സെയിൽ ഇപ്പോൾ ഇതാ വിജയകരമായ ഒരു സിഗ്നൽ നമുക്ക് നൽകുകയാണ്. ഇത് അർജുന്റെ വാഹനം തന്നെയാണ്, അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനം തന്നെയാണെന്ന് വിജയകരമായ ഒരു സിഗ്നൽ ഇപ്പോൾ നമുക്ക് നൽകുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി 71 ദിവസമായി മലയാളികൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം, അർജുൻ എവിടെ, അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് എവിടെ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ മലയാളികൾ ചോദിച്ചതാണ്. ഇപ്പോൾ ആ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പുറത്തെത്തുന്നത്. നോക്കൂ,